കണ്ണൂരിൽ നിന്നും ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. അലവിലിൽ താമസിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വീട്ടിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അവരുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഡ്രൈവർ ഒന്ന് വിളിച്ചപ്പോഴാണ് വാതിൽ തുറക്കാതെ സ്ഥിതിയിൽ കാണുന്നു. പിന്നീട് തുറന്നു നോക്കിയപ്പോഴേക്കും അവിടെ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അവിടെ ഇന്നൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അവിടുത്തെ വയോധികയുടെ മരണം കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. തലയിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പ്രേമരാജൻ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് വിലയിരുത്തുന്നു. കണ്ണൂർ അലവിലിൽ ദമ്പതികളെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം ഒരു നാടിനെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രേമരാജനെയും ശ്രീലേഖയെയും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം തീ കൊളുത്തി പ്രേമരാജൻ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇക്കാര്യം ശരിവെക്കുന്നു. മകൻ ഷിബിൻ കുടുംബസമേതം ബഹ്റാനിൽ നിന്നും നാട്ടിലേക്കെത്തുന്നതിനാൽ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടാൻ അയൽവാസി സുരേഷാണ് ഏറ്റിരുന്നത്. ഇതിനായി വീട്ടിലെത്തി വാതിലിൽ മുട്ടിയിട്ടും ഫോണിൽ വിളിച്ചിട്ടും മറുപടി ലഭിക്കാതെ വന്നതോടെയാണ് സംശയം തോന്നിയത്. പിന്നീട് പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴാണ് വീടിന്റെ താഴെ നിലയിലുള്ള കിടപ്പുമുറിയിൽ അടുത്തടുത്തായി പൊള്ളലേറ്റ ശരീരങ്ങൾ കണ്ടെത്തിയത്. പ്രേമരാജന്റെ മുഖവും നെഞ്ചും കത്തിക്കരിഞ്ഞിരുന്നു. ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി ചോര നിലത്തു പരന്നു. സമീപത്തുണ്ടായിരുന്ന ചുറ്റികയും മണ്ണെണ്ണയുടെ ഗന്ധമുള്ള കുപ്പിയുമാണ് കൊലപാതകം നടന്നുവെന്ന പോലീസ് സംശയിക്കാൻ കാരണം. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളുള്ള ദമ്പതികൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമോ എന്ന വേദനയിലാണ് ആത്മഹത്യയെന്ന വഴി തേടിയതെന്നും പോലീസ് വിലയിരുത്തുന്നു. മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഇരുവരുടെയും സംസ്കാരം നാളെ പയ്യാമ്പലത്ത് നടക്കും. റിപ്പോർട്ടർ, കണ്ണൂർ.